ആദ്യം തന്നെ നമ്മുടെ മലയാള സിനിമയിലെ തന്നെ മഹാനായ നടൻ ശ്രീ ജനാർദ്ദനൻ സാറിന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. സൂപ്പർ. ജനാർദ്ദനൻ ചേട്ടന്റെ ശബ്ദം ഒരു പെൺകുട്ടി ചെയ്യുന്നത് ആദ്യമായിട്ട് കേട്ടു നോക്കാം അല്ലേ? ശരി ശഗ്ന. നീ വലിയ കഥാകൃത്തല്ലേ, എഴുത് കത്തുകളുടെ രൂപത്തിലൊരു പ്രേമകഥ മാറ്റിച്ചു, പട്ടത്താറായി കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു, ജനങ്ങളോ തള്ളി കൊടുക്കണ മറ്റു കാല്, എല്ലാവരും ചുരുക്കു, അങ്ങനെയല്ല എങ്ങനെ. പൊളിച്ചു, സൂപ്പർ, കൊള്ളാം. അപ്പൊ നെക്സ്റ്റ് ഇനി ആരുടെ കേൾക്കാൻ പറ്റാ? ഇനി നാടകത്തിലൂടെ നമ്മുടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ശ്രീ ശശി കലിംഗ ചേട്ടൻ. ഓക്കെ, ശശിയുടെ സൗണ്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് കുറച്ച് വീണാ തങ്കമ്മച്ചി വരാല് കൊടുമ്പുളിയിട്ട് വെച്ച കലക്കും നൊമ്പരത്തിലെ തീർത്ഥയുടെ പ്രസവം ഇന്ന കൊച്ചിൻ്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ നിന്നറിയാം. എടാ അന്തോണി, നിന്നോട് ഞാൻ പച്ചക്കോളറിന്റെ മേലെ ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി പേരെടുക്കാനല്ലട പറഞ്ഞത്. സൂപ്പർ സൂപ്പർ. പെൺ പുലിയാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പൊ എന്നെ നിരാശയാക്കിയില്ല, പുലി തന്നെയാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ആരുടെ വോയിസ് ആ കേൾക്കാൻ പോകുന്നേ? ഇനി നമ്മുടെ മലയാളത്തിലെ തന്നെ ഹാസ്യ നടി കൽപ്പന ചേച്ചിയുടെ സൗണ്ട്. കൽപ്പന ചേച്ചിയുടെ വോയിസ്. ഓക്കെ, കേൾക്കാം. അയ്യോ, ഇത്രയും സൗന്ദര്യം നീ ആർക്കും ഭാര്യക്കൊരു കൊടുക്കില്ല എന്റെ കർത്താവേ. ഇത് ഞാനോട് ഞാൻ പലതവണ പറഞ്ഞതാണ്. എനിക്കൊരു ടി വി ഒരു വഴിത്തരാൻ. അയ്യോ എന്റെ പുനഃദാസപ്പം കുട്ടി, എനിക്ക് വയ്യ. നൈസ് നൈസ് നൈസ്.